നോർത്തിലൊക്കെ പോണ സമയത്ത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഭയങ്കര മോഷണത്തിന്റെ ഒക്കെ ഒരു പ്രത്യേകിച്ച് നമ്മൾ എവിടെ ചെന്നാലും എന്ന് പറഞ്ഞാൽ ലോറിയെ സംബന്ധിച്ച് നമ്മൾ എവിടെ ചെന്നാലും കള്ളന്മാര് എന്ന് പറഞ്ഞാൽ വണ്ടിയായിരിക്കുന്ന സാധനങ്ങള് പിന്നെ മോഷ്ടിക്കാൻ മോഷ്ടാക്കള് നമ്മൾ കിടന്ന് ഉറങ്ങുന്നിടത്ത് ഡീസൽ മോഷണം, ബാറ്ററി ചിലപ്പോൾ അഴിച്ചുകൊണ്ട് പോകും, സ്റ്റെപ്പിനെ അഴിച്ചുകൊണ്ട് പോകും. പിന്നെ ചിലപ്പോൾ വണ്ടിക്കകത്ത് നമ്മുടെ ഫോണ്, പൈസ എല്ലാം എവിടെ ചുറ്റിനും കള്ളന്മാരാണെന്ന് വിചാരിച്ചേ പോകാവുള്ളൂ. അതൊക്കെ ഉണ്ട്. ഇപ്പൊ പിന്നെ പണ്ടത്തെ അപേക്ഷിച്ച് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഈ ഹൈവേകളെല്ലാം നല്ലതായപ്പം 4 ലൈൻ റോഡുകളല്ലേ, വണ്ടികളെല്ലാം ഒരുവിധം സ്പീഡിൽ പോകും. പിന്നെ ഇവർക്ക് അന്നത്തെ അത്ര ഒരു ഇല്ല എൻ്റെ ഒരു അഭിപ്രായത്തില്. പണ്ടെന്ന് പറഞ്ഞാൽ വഴി മോശം, പതുക്കെ ഇങ്ങനെ പതുക്കെ പോകുന്ന വണ്ടിയെ വലിഞ്ഞ് കയറി സൈഡിൽ കൂടെ കയറി വന്നവരെ ഡ്രൈവർമാരെ പിടിച്ച് പോകണം, പൈസയൊക്കെ കൊണ്ടുപോകും. അല്ലെങ്കിൽ വേറെ വണ്ടിയും കൊണ്ട് വന്ന് ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് കയറി ഡ്രൈവർമാർക്ക് അടിയും കൊടുത്ത് ഫോണും പൈസയൊക്കെ മേടിച്ചോണ്ട് പോകും. അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം നമ്മുടെ വണ്ടിയുടെ മുകളിൽ കള്ളം കയറി കേട്ടോ. ഞാനത് വണ്ടിക്കകത്ത് അങ്ങനെ കയറി അങ്ങനൊന്നും ചെയ്തില്ല. പക്ഷെ ഞങ്ങളിങ്ങനെ പോയ സമയത്ത് രാത്രിയില് കള്ളന്മാര് അവരുടെ വണ്ടി സ്ലോ ആയെടുത്ത് മുകളിൽ കള്ളം കയറി പടുതാക്കെ കട്ട് ചെയ്തായിരുന്നു കയറൊക്കെ. അപ്പം ഓടിച്ചിട്ട് അന്ന് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഡ്രൈവർ പെട്ടെന്ന് ശ്രദ്ധിച്ചു. അപ്പം വണ്ടി ആളെ കേറിയിട്ടുണ്ടെന്ന് തോന്നി. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി വന്ന് കയറും. അതെങ്ങനെയാന്ന് ചോദിച്ചാല് ഇതിപ്പോ നല്ല വഴി, ഇവിടെ വണ്ടി സ്പീഡിൽ പോവായിരിക്കുമല്ലോ. അപ്പം എവിടെയാലും ഇവിടെ ഇച്ചിരി വഴി നടക്കാന്ന് വെച്ചോ, സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ വണ്ടി സ്ലോ ചെയ്യുമല്ലോ. സ്ലോ ചെയ്യുന്ന സമയത്ത് ഇവരവിടെ നിന്നിട്ട് കള്ളന്മാര് മുകളിൽ കയറും. മുകളിൽ കയറിയിട്ട് പടയും കയറും ഒക്കെ കട്ട് ചെയ്യും. ചേരത്തിലും അല്ല വഴി നടക്കുന്നിടമാണേലും അതവിടെ ഉള്ളവർക്ക് അറിയാലോ ഇവിടെ എല്ലാ വണ്ടി സ്ലോയിലാ പോകുന്നത് എന്ന്. അപ്പം എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മുകളിൽ കയറിയിട്ട് ഇത് പടുത കട്ട് ചെയ്തിട്ട് ഇതിനകത്തിരിക്കുന്ന സാധനങ്ങൾ താഴേക്കിടും. അപ്പൊ ഇവരുടെ ഒരാളൊന്നും ആയിരിക്കില്ല, ഗ്യാങ്ങായിട്ടായിരിക്കും. അപ്പൊ അവർക്ക് വേറെ വണ്ടിയിൽ ആള് വന്ന് ഈ സാധനം പെറുക്കൊണ്ട് പോകും. എവിടെയെങ്കിലും അടുത്തടുത്ത് വണ്ടി സ്ലോ ആകുന്നിടത്ത് ഇവൻ ചാടി പോവുകയും ചെയ്യും. അങ്ങനെ സാധനം പോയിട്ടുണ്ടോ? ഇഷ്ടംപോലെ അല്ലേ? അപ്പൊ അത് നമ്മള് നമ്മളെ വാടക കിട്ടിയല്ലോ വണ്ടിയുടെ. 2-3 പ്രാവശ്യം നമ്മള് വേറൊരു ഈ കർണാടകയിൽ നിന്നൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഡ്രൈവർമാർ അതുപോലെ ശ്രദ്ധിക്കണം. നല്ല ശ്രദ്ധയും അതിനുള്ള കഴിവുള്ളവരാണെങ്കിൽ വിഷയമില്ല. പരിചയക്കുറവും അല്ലെങ്കിൽ ഈ ശ്രദ്ധക്കുറവും അങ്ങനെയൊക്കെ വരുന്നിടത്താണ് കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മളിങ്ങനെ ഓടി പോകുമ്പോഴും വെളിയിൽ നിന്ന് നോക്കും ആൾക്കാരെ. ഈ ഹൈവേയിലൊക്കെ സ്ഥിരം വരുന്ന വണ്ടി, അല്ലെ കേരള വണ്ടിയോ വേറെ ഏതെങ്കിലും വണ്ടിയോ അങ്ങനെ വരുന്നതൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കും. കള്ളന്മാർക്കും അറിയാം, പരിചയം ഉള്ളതും പോകുന്നതും പരിചയം ഇല്ലാത്ത പോകുന്നതും കള്ളന്മാർ കണ്ടറിയാം. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ അങ്ങനെ പരിചയക്കുറവാണെന്ന് തോന്നുന്നതാണ്. ഞാൻ ഇപ്പൊ മെയിനായിട്ട് ഒരു കാര്യം നമ്മൾ ഇവിടുന്നൊക്കെ പോകുന്ന ഡ്രൈവർമാർ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. എന്നുവെച്ചാൽ നമ്മൾ ഇവിടുന്ന് കേരളം വിട്ടു കഴിഞ്ഞാൽ പിന്നെ പാൻഡേ ഇടുകയുള്ളൂ, കയ്യിൽ കൊടുക്കുകയില്ല. അത് നമ്മുടെ ഡ്രൈവർമാരോട് ഞാൻ പറയാറുണ്ട്. പക്ഷെ ഈ ഡ്രൈവർമാരാരും ഈ പാൻറ് ഇടാൻ എല്ലാവർക്കും മടിയായി. ഈ കയ്യിൽ കൊടുത്ത് കയ്യിലിടും.